CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ഭരണസമിതിയിലെ ആദ്യ വനിതാംഗമായി MU ഷിനിജയും ചുമതലയേറ്റു. എരുമപ്പെട്ടി വേലൂർ റോഡിൽ പുതിയതായി ചെയ്ത BC പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടൊപ്പം സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്തെത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ടൊരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവേശം നിറഞ്ഞ മത്സരത്തിനായി മണലൂർ മണ്ഡലം ഒരുങ്ങുന്നു. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കടലാമ പരിപാലനത്തിന് തുക വകയിരുത്തിയതിനെ പുച്ഛിച്ചവർ നാളെ അതിന്റെ ഗുണമനുഭവിക്കുമ്പോൾ അഭിനന്ദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എടക്കഴിയൂരിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ജില്ലയിലെ ആദ്യത്തെ മത്സ്യഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്കു ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കൂർപ്പുണർത്തലാണ് ആറാട്ടു ദിവസത്തെ ആദ്യ ചടങ്ങ്. കാഞ്ഞിരക്കോട് പാലാ ബസ് സ്റ്റോപ്പിന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കുപറ്റി. അമ്മയുടെ കൈവിരൽ മുറിഞ്ഞു തൂങ്ങി. കാഞ്ഞിരക്കോട് കാരിമുക്കിൽ വീട്ടിൽ 32 വയസ്സുള്ള ഐശ്വര്യ, മകൻ 10 വയസ്സുകാരൻ ദേവാനന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകൾക്ക് തുല്യനീതിയും അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് വനിതാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ കൈരളി വായനശാല കെട്ടിടം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. സുന്നി യുവജന ഫെഡറേഷന്റെ പതാക ദിനമായ റമദാൻ 17-ന് ബദർ അനുസ്മരണവും പതാക ദിനാചരണവും നടത്തി. SYS ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ തൊഴിയൂരിൽ നടന്ന പരിപാടി ഉസ്മാൻ വഹബി പെരുമ്പിലാവ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ 108-ാം ജന്മദിനത്തിന്റെ ഭാഗമായി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ സമുദായ ശാക്തീകരണ സംഗമവും പതാക ദിനവും നടത്തി. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്തു. 2025-26 വർഷത്തേക്കുള്ള ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തൃത്താല ഉപജില്ലയിലെ മികച്ച യൂണിറ്റായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.